വെരി ഗുഡ് വെരി ഗുഡ്. കൺഗ്രാറ്റുലേഷൻസ്. Congratulations. പുതിയ ഘട്ടത്തിലേക്ക്, അടുത്ത ഘട്ടത്തിലേക്ക് വന്നില്ലേ? യു ആർ സെലക്ടഡ് അല്ലേ? അതുകൊണ്ടല്ലേ ഇവിടെ നിൽക്കണേ. കണ്ണടച്ചോണ്ട് സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് വന്നിരിക്കല്ലേ. ആ കനകാംബരം പോലെ ഇരിക്കുന്ന ആ പൂ നന്നായിരിക്കുന്നു. അത് ഫേക്ക് ആണെന്ന് മനസ്സിലായി, എന്നാലും രസമുണ്ട്. അതെ. എങ്ങനെയാണ് ഇങ്ങനെ ചുന്തിരിയായത്? അല്ലെങ്കിൽ സൗന്ദര്യം ഇല്ലല്ലോ, ഷേപ്പ് മാറത്തില്ലല്ലോ മേക്കപ്പ് ഇട്ടാലും ഇല്ലെങ്കിൽ. അതാ ചോദിക്കുന്നത്. മധു ബാലകൃഷ്ണൻ ഉള്ളപ്പോൾ എന്തിനു വേറൊരു മധു വസന്തം? അല്ല, മധുച്ചേട്ടൻ വെറുതെ ഇരിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. മലർവനിയിൽ വെറുതെ ഒരാവശ്യമില്ല. എന്തൊരു അസൽ പാട്ടാണ്. സോങ് സെലക്ഷൻ ഈ ഘട്ടത്തിൽ ആഹാ. പിന്നെ ഒരു ഇൻഡിഗോ ബട്ടർഫ്ലൈ പോലെ ഇങ്ങനെ പാറി പറന്ന് നടന്നില്ലേ ആ പാട്ടില്. അത് അങ്കിളിന് ഒത്തിരി ഇഷ്ടമായി. ഇവിടെ ലൈറ്റിംഗ് ഒക്കെ നമ്മുടെ രാഘുവിന്റെ സെറ്റപ്പിൽ ലൈറ്റിംഗ് വന്നപ്പോഴേ എനിക്കുള്ള ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിലാവ് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ, ചാന്ദ്രശോഭ പോലെ. ആഹാ, അങ്ങനെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. സ്റ്റേജ് പ്രസൻസ് ദാറ്റ് ഇസ് വണ്ടർഫുൾ, റിയലി റിയലി വണ്ടർഫുൾ. ഇതുവരെയും ദുർഗു വന്നതിനേക്കാളും എത്രയോ സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രസൻസ് ഇന്നുണ്ടായിരുന്നു. അത് ഭയങ്കര പ്രകാശമായിരുന്നു കേട്ടോ. പിന്നെ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നിട്ട് സൈഡിൽ പാർക്ക് ചെയ്യണമല്ലോ. അപ്പൊ പാർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ പാർക്ക് ചെയ്യും? ഈ വഴിയുടെ ഇടയിൽ കൊണ്ട് എന്ന് പറഞ്ഞാൽ നിർത്തുമോ? ഇല്ല. എന്ത് ചെയ്യും? അവിടെ കൊണ്ടുവന്ന് അവിടെ അങ്ങനെ നിർത്തി ഒന്ന് നോക്കും, ഇതെല്ലാം ബാക്കിയുള്ളവർക്ക് സൗകര്യമാണോ നമുക്ക് സൗകര്യമാണോ എന്നൊക്കെ നോക്കി. അതുപോലെയാണ് നമ്മളൊരു സംഗതി പാടിയിട്ട് മധുവസന്തം പാടിയിട്ട് അതിനെ പാർക്ക് ചെയ്യണം, അവിടെ കൊണ്ട് നിർത്തണം. അത് കൊണ്ട് നിർത്തണമെങ്കിൽ എന്തുണ്ടാവണം? ശ്വാസം ഉണ്ടാവണം. ശ്വാസം എങ്ങനെ കിട്ടും? മധുവസന്തത്തിന് മുമ്പേ ഒരു ശ്വാസം എടുത്താൽ മാത്രമേ ഈ മധു വസന്തം വരുള്ളൂ, അല്ലേ? അപ്പോ ഒന്നങ്ങനെ നമ്മുടെ ചരണം കഴിഞ്ഞിട്ടുള്ള മധുവസന്തം, വെരി എൻഡിലുള്ള മധുവസന്തം, ഇത് രണ്ടും നന്നായിട്ട് സസ്റ്റെയിൻ ചെയ്ത് പാർക്ക് ചെയ്ത് കേൾപ്പിച്ചേ മതിയാകൂ. എന്തിനു വേറൊരു മധുവസന്തം, അത് എത്ര നീട്ടാൻ പറ്റും? മധുവസന്തം ഏകദേശം അവിടെ എത്തി. ഇതിനിടയിൽ കുറച്ച് വൈബ്രേഷൻസ് വരുന്നുണ്ട്. ആ ശബ്ദത്തിൽ ഒരു ചെറിയ വിറയൽ എന്ന് പറയുന്നത് സംഗതി പാടുമ്പോഴാണ്. അതാണ് ആ വിറയൽ വരുമ്പോൾ ശ്രുതിയും വിറയ്ക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. അപ്പൊ ആ വിറയൽ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം, അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ ഒഴിവാക്കാൻ പറ്റും. അത് ചെയ്യണം കേട്ടോ. ഇനി വെരി ലാസ്റ്റ് പല്ലവി മധുവസന്തം. എന്തിനു വേറൊരു മധുവസന്തം, അത് എത്ര സ്ലോ ആയിട്ട് വരണ്ട, കുറച്ചുകൂടി സ്പീഡ് ഉണ്ടാ സംഗതി കേട്ടാ. അത്ര സ്ലോ ആക്കരുത്. അതെ, കുറച്ചുകൂടി സ്പീഡ് ഉണ്ട് അതിന്. ആ സംഗതി കുറച്ചുകൂടെ വേഗം, അതുപോലെ ശ്വാസവേഗം. അങ്ങനെയൊക്കെ വലിച്ചു കഴിഞ്ഞാൽ ശ്വാസം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടിക്കും. പിന്നെ ചില വരികൾ, അതിന്റെ മ്യൂസിക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ പാട്ടില്. നിന്റെ നോപുര മർമരം ഒന്നു കേൾക്കാനായി വന്നു ഞാൻ. ഇല്ലേ, മർമരം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വാക്കാണ്. ഭയങ്കര അത്ഭുതം എന്നറിയാം. ഇംഗ്ലീഷില് മർമർ എന്ന് പറയുന്നത്. ഇതെങ്ങനെ ഇംഗ്ലീഷില് മർമർ നമുക്ക് മർമരമായി മീനുകുട്ടി? അത് ഇംഗ്ലീഷിലേക്ക് എടുത്തതാണ്, ഇവിടുന്ന് സാൻസ്ക്രിറ്റ് ഇംഗ്ലീഷുകാർ കൊണ്ടുപോയതാണ്. നമുക്ക് ശരിക്കും മർമരം എന്ന് പറയാൻ പാടില്ല. മർമരം എന്ന് മർമരം പറയാൻ ദലമർമരം ദലമർമരം എന്ന് ഔസേപ്പച്ചൻ ചേട്ടൻ്റെ ഒരു പാട്ടുണ്ട്, അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതോടുകൂടി എന്റെ ലെക്ചർ ഇവിടെ ഉപസംഹരിക്കുന്നു. ഇനി മധു വസന്തത്തിലേക്ക്. ആത്മാവിൻ പുസ്തകത്താളിൽ ഒരു മയിൽ പീലിയുറങ്ങി. അത് പിന്നെ ചിച്ച 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 ജാനകിയമ്മ പാടിയത്. എന്നിട്ടും നീ പാടിയില്ലെന്നോ മാനത്തേരാ പാടി. ആ പാട്ട്. അതുകൂടാതെ
സ്വർണ്ണപ്പക്ഷി കുക്കു കുക്കു. മനോജ് കൃഷ്ണൻ മരിച്ചുപോയി, അദ്ദേഹം പാടിയ പാട്ടാണ്. ഈ സിനിമ മഴയത്ത് മുൻപ് ഞാൻ മദ്രാസിൽ പഠിക്കുന്ന സമയത്ത്, അത് അധികം നാളുകളായിട്ടില്ല, ഭയങ്കര ഹോം സിക്നെസ് ആയിരുന്നു എനിക്ക്. ഇങ്ങനെ സങ്കടം വന്നിട്ട് ഞാൻ ചുമരിലിട്ട് ഇടിക്കുമായിരുന്നു കരഞ്ഞോണ്ട്. അപ്പോൾ ഈ ഇടയ്ക്കൊന്ന് നാട്ടിൽ പോയപ്പോൾ കണ്ട സിനിമയാണ് ഈ മഴയത്ത് മുൻപേ. ആ സമയത്ത് തിരിച്ച് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. ഹോം സിക്നെസ് അല്ലേ, നാട്ടിൽ നിന്ന് പിന്നെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ട്. പിള്ളേർ പണ്ട് കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടുന്ന പോലെ അങ്ങനെ പോയി. പിന്നെ അവിടെ എത്തി ഇതിന്റെ കാസറ്റും കൊണ്ടാണ് ഞാൻ പോയത്. വാക്ക്മാനിലിട്ട് ഇങ്ങനെ ഞാൻ പഠിച്ച അക്കാഡമിയുടെ ടെറസിന്റെ മുകളിൽ നോക്കും. ഒരു വൈകുന്നേരം സന്ധ്യയൊക്കെ, സൂര്യൻ അസ്തമിക്കുന്ന ഒരു സമയമാവില്ലേ, ആ സമയത്ത് ഇങ്ങനെ ഈ പാട്ടുകളിട്ട് ഇങ്ങനെ ആ ഭാഗത്തേക്ക്, നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്ന ഭാഗത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് കണ്ണീര് എന്തിനു വേറൊരു സൂര്യോദയം, എന്തിനു വേറൊരു സൂര്യോദയം, ഈ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കും. ഇതും പിന്നെ വേറൊരുണ്ട്, രാജാ സാറ് സംഗീതം ചെയ്ത ഒരു ഹൗ ടു നെയിം ഇറ്റ്, നത്തിങ് ബട്ട് വിൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് ഇതുണ്ടായിരുന്നു, സിംഫണി പോലത്തെ 2 ആൽബം. അത് കേൾക്കുമ്പോഴത്തേക്കും വീണ്ടും സങ്കടം വരും. അതിങ്ങനെ ഇടുമ്പോഴത്തേക്കും അത് സങ്കടത്തിന്റെ ഒരു ഇതാണല്ലോ, സിംഹേന്ദ്ര മധ്യമത്തിലുള്ള ഒരു പീസാണത്. അപ്പൊ അത് കേൾക്കുമ്പോൾ വീണ്ടും സങ്കടം വരും. ഇങ്ങനെ അങ്ങനത്തെ ചില ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതെ, ഇത് കേട്ടിട്ടില്ലേ? ഡിപ്രഷൻ ഇസ് ദ സപ്രഷൻ ഓഫ് ദ ഒപ്രഷൻ ഓഫ് ദ. ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ പക്ഷെ ഈ പാട്ടിന്റെ വിഷ്വൽ ഇല്ലേ, ഒരു ശോഭന മാമിന്റെ ക്യാരക്ടറിന്റെ പാസ്റ്റ് കാണിക്കുന്ന ഒരു വിഷ്വൽ അവിടെ നല്ല രസത്തിൽ ആ സെക്കൻഡ് ഇന്റർലൂഡ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് ബ്രില്യന്റ് അല്ലേ. എനിക്ക് ആ പാട്ടിന്റെ സീക്വൻസ് കാണുമ്പോഴത്തേക്ക് ആ പാട്ടിലാണ് അതിങ്ങനെ റിവീൽ ചെയ്യണേന്ന് തോന്നുന്നു. ദുർഗക്കുട്ടി എന്തോ എപ്പോഴും പറയുന്ന പോലെ നല്ലൊരു വോയിസ് ആണ് ദുർഗക്കുട്ടിയുടെ. ഇപ്പൊ പ്രശ്നങ്ങളെല്ലാം ഭൂരിഭാഗം MJ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് കൂടുതലും ലാസ്റ്റ് പല്ലവി കുറെ കൂടി ഫസ്റ്റ് പല്ലവിയേക്കാളും ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ലാൻഡിങ്, പാർക്കിംഗ് എന്ന് നേരത്തെ പറഞ്ഞില്ലേ, അത് ശ്വാസം കിട്ടാതെ പെട്ടെന്നങ്ങ് നിർത്തേണ്ടി വന്നു അല്ലേ. ഫസ്റ്റ് പല്ലവിയിലും അത് സംഭവിച്ചു. അപ്പം വ്യത്യാസമുണ്ട്, നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട്. ഒട്ടും ഇനി താഴത്തേക്ക് പോകരുത്. ഓക്കെ, പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ബ്യൂട്ടിഫുൾ സോങ് ആണല്ലേ, എന്തിനു വേറൊരു സൂര്യോദയം. എന്റെ ഫേവറേറ്റ് ആണ്. ആ മൂവിയും ഫേവറേറ്റ് ആണ്, മഴയത്തും മുൻപേ എന്ന് പറഞ്ഞിട്ടുള്ള. അയ്യോ, നിന്റെ നോപുര മർമ്മരം ഒന്നു കേൾക്കാനായി നിന്നു ഞാൻ എന്ന് പറയുമ്പോ ആർക്കാണ് ഫേവറേറ്റ് അല്ലാതെ ആവുന്നത്? കൈതപ്ര സാറിന്റെ വരികൾ. താവകാങ്കുലീലാളനങ്ങളിൽ ആർദ്രമായി മാനസം. യെസ്, ബ്യൂട്ടിഫുൾ സോങ്. രവീന്ദ്രൻ സാറിന്റെ മ്യൂസിക്, മഴയത്തും മുൻപേ എന്ന് പറഞ്ഞ മൂവി, ശോഭന ചേച്ചി, മമ്മൂട്ടി സാർ, എല്ലാവരും തകർത്ത് അഭിനയിച്ച പടം അല്ലേ. കമൽ സാർ, ദാസ് സാറിന്റെ വോയിസ്, ചിത്ര ചേച്ചിയുടെ വോയിസ്, വേറെ എന്ത് വേണം, ടോപ്പ് ക്ലാസ്. എനിക്ക് ദുർഗക്കുട്ടിയോട് ഏറ്റവും അസൂയുള്ള ഒരു കാര്യമുണ്ട് ചേട്ടാ, ഹൈ പാടുമ്പോഴേ ഒരു കുലുക്കും ഇല്ലാണ്ട് എഫേർട്ട്ലെസ്ലിയാ പാടുക. മേളില് പാടുമ്പം അതായത് പുട്ട് പോലെ എന്ന് പറയില്ലേ, വെരി സിമ്പിൾ, ഒരു പ്രശ്നം ഇല്ലാണ്ട് അനങ്ങാണ്ട് ചിരിച്ചോണ്ട് ഞാൻ നോക്കുമ്പോണ്ട് നീ എന്റെ ആനന്ദ നീലാംബരി കറക്റ്റ് പോയി ടച്ച് ചെയ്തിട്ട് വരും. ഇറ്റ്സ് സംതിങ് സ്പെഷ്യൽ അബൌട്ട് യുവർ വോയിസ് ടോ ദുർഗക്കുട്ടി. ഇറ്റ്സ് വെരി യൂണിക്. ശബ്ദത്തിന്റെ എനിക്ക് ഭയങ്കര അസൂയുണ്ട്. ഞാനൊക്കെ ചെറുപ്പത്തിൽ അത് പാടുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഞരമ്പൊക്കെ പൊന്തി അച്ഛൻ വരും, അയ്യോ മോളെ പാടല്ലേ നിർത്തുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. അതൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം, ആ ചിരി മാറുന്നില്ല. ശ്വാസം പോയി, പാർക്കിംഗ് ശരിയില്ല, എന്നാലും ഇങ്ങനെ ചിരിച്ച് ഫുൾ ടൈം ഓക്കെ ഇത് പോയി, പക്ഷെ അടുത്തതിൽ ഞാൻ സെറ്റ് ആക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടൊരു ചിരിയും ഉണ്ട്. അപ്പൊ അത് രണ്ടും അടിപൊളിയാണ്. ലൈവ് പാടുമ്പോഴത്തേക്ക് മുഖത്ത് നമ്മളിപ്പം കേട്ടില്ല, ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് അങ്ങ് മറന്നു പോകും. ഇതിപ്പോ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നതുകൊണ്ടാണ് കുറെ കാര്യങ്ങൾ ഇങ്ങനെ നോട്ട് ചെയ്യുന്നത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. പറഞ്ഞു. ഇന്ന് എന്റെ അപ്പച്ചിയും മക്കളും പിന്നെ ശ്രീലക്ഷ്മി ആന്റിയും വന്നിട്ടുണ്ട്. ദുർഗക്കുട്ടി, എന്തോ ഇന്നത്തെ പാടിയതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ കിട്ടിയ മാർക്ക് 96.25 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. അപ്പൊ ദുർഗക്കുട്ടി, ഓൾ ദി ബെസ്റ്റ്. മാർക്കിനി എങ്ങോട്ട് പോണം? മുകളിലോട്ട് പോണം. ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ.
മധുവങ്കൾ Yes. മധുവങ്കളിനെ കണ്ടിട്ടില്ലേ? ആ. എനിക്ക് ഇന്നൊരു തേനീച്ച ഓർമ്മ വരുന്നു. ആണോ? എന്റെ പേര് മധു എന്നല്ലേ? അതുകൊണ്ടായിരിക്കും ആയിരിക്കും. ചിലപ്പോ. അതുകൊണ്ടല്ല, പക്ഷെ ഉടുപ്പിട്ടത് കൊണ്ട്. ഉടുപ്പല്ലേ? മനസ്സിലായി. അതെന്ന് വെച്ചാൽ ഒരു കാർട്ടൂണിലൊക്കെയുള്ള തേനീച്ചയ്ക്ക് ആ. പണ്ട് ഞാൻ കാണുന്ന കാർട്ടൂണിൽ ഒരു തേനീച്ച ഉണ്ടായിരുന്നു. അതെ. ആ തേനീച്ചയ്ക്ക് എപ്പോഴും ഈ കളർ. അതെ, വലിയ Yes. തലയും ചെറിയ ചിറകും ഉള്ളതേനി. അതെ. ആ. ഈ തേനീച്ച കുത്തുമോ മധുവങ്കൾ? മധുവങ്കൾ ഈ തേനീച്ച കുത്തുവോ? ഇല്ല, ഇല്ല. നിരുപദ്രവകാരിയാ. ഓക്കെ, വയലന്റ് അല്ല, പാട്ട് പാടത്തേ സൈലന്റ് ഉള്ളൂ. സൈലന്റ് പാട്ട് പാടൂല? പാട്ട് പാടും. പാട്ട് പാടും. ഓക്കെ മൂളും. ഓക്കെ. അപ്പൊ തേനീച്ചയ്ക്ക് ഒരു കൂട്ടായിട്ട് ഒരാളെ വിളിക്കാൻ പോവാണ്. പുതിയ റൗണ്ടിൽ പുതിയ പാട്ട് പാടാനായിട്ട് ആരാ വരുന്നതെന്ന് അറിയാമോ? ആര്യ ചേച്ചിയെ സ്പെഷ്യൽ ആയിട്ട് കാണാനായിട്ടാണ് ഒരു കുട്ടൂസ് ഇവിടെ എത്തുന്നത്. മതങ്ങൾ മാത്രല്ല ഇവിടുത്തെ കുട്ടൂസ്, ആണല്ലേ? ഇവിടെ വേറെ ഒരു കുട്ടൂസും കൂടി ഇവിടെ രണ്ട് കുട്ടൂസ് ഇരിക്കുന്നുണ്ട്. ഒരുമിച്ച്. അപ്പുറത്ത് അറ്റത്തിരിക്കുന്നത് ഒരു കുട്ടൂസ് തന്നെയാ. അതെ. MJ കുട്ടൂസ്. യെസ്. ഓക്കെ, നമുക്ക് പക്ഷേ ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് കുട്ടൂസ്, നമുക്ക് ഒറിജിനൽ കുട്ടൂസിനെ വിളിക്കാം. നമ്മുടെ റിജ്വൽ കുട്ടനാണ് വരുന്നത്. ലെറ്റ്സ് വെൽക്കം റിജ്വൽ കൃഷ്ണ ഓൺ സ്റ്റേജ്. അതെന്താ ഇങ്ങനെ പറഞ്ഞ ചെരിഞ്ഞു തന്നെ? ലാലേട്ടന്റെ ഒരു ചെരിവ്. ഇതെന്താ? ഇതെന്താ? ഇത് കുതിരപ്പുറത്ത് ആരാ വരുന്നത് ആരാ അത് തന്നെയാണോ ഉദ്ദേശിച്ചത്? ലാലേട്ടനായിട്ടാ വന്നത്. ആ ലാലേട്ടനെ ഉദ്ദേശിച്ചത്. ഓ ഉദ്ദേശിച്ചത്? ഇത് ലാലേട്ടനായിരുന്നു. അതെ അതെ അതെ. ആ. നെറ്റില് ഗോപിക്കുറി ഇല്ലേ? ഉം? നെറ്റില് ഗോപിക്കുറി ഇല്ലേ? ഇല്ല, അത് വെച്ചിട്ടില്ല. അത് വെച്ചില്ല അല്ലേ? പിന്നെ എന്തൊക്കെ പറയുന്നു? വീട്ടിൽ എന്തൊക്കെയാണ് വിശേഷം? വീട്ടില് നല്ല വിശേഷം. ഇപ്രാവശ്യം വീട്ടിൽ പോയിരുന്നില്ല. പോയില്ല, വീട്ടിൽ പോയില്ല അല്ലേ? ആ, ഇല്ല. കഴിഞ്ഞ തവണ വന്നപ്പോഴല്ലേ നമ്മൾ ഒരുമിച്ച് വന്നേ? ആ. ആ. ഓ, കണ്ടോ, നമ്മുടെ റിജ്വല് പുതിയ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ Yes. Top Singer. Congratulations. എന്ത് തോന്നുന്നു? അതെ. ഇന്റർവ്യൂലൊക്കെ ചോദിക്കില്ലേ എന്താ എന്ത് തോന്നുന്നു? കേറിയത് കൊണ്ട് നല്ല സന്തോഷം. ഇവിടെ എലിമിനേഷൻ ഇല്ലല്ലോ. അത് ഇന്നലെ കഴിഞ്ഞില്ലേ? അത് എലിമിനേഷൻ അല്ല, അത് സെലക്ഷൻ ആണ്. അടുത്ത റൗണ്ടിലോട്ടുള്ള സെലക്ഷൻ മാത്രമാണ്. ആ. ആരും ഇവിടെ എലിമിനേറ്റ് ചെയ്യുന്നില്ല. അതാണ് ടോപ്പ് സിംഗർ. ആ. എടാ അവര് തിരിച്ചു വരും ഇവിടെ. ആ ഓക്കെ. അപ്പൊ ഈ വരവൊക്കെ കണ്ടിട്ട് ഇത് ഇന്ദ്രജാലത്തിലെ പാട്ടാണ്. ആ. കുഞ്ഞിക്കിളി എന്നുള്ള പാട്ടാണ്. ആ. SP വെങ്കടേഷ് സാറിന്റെ സംഗീതം ആ. അല്ലേ? ONV കുറുപ്പ് സാറിന്റെ വരികൾ. ആ. പാടിയത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട MG അങ്കിൾ. MG uncle. Yes. ഇപ്പൊ റിജ്വൽ കുട്ടൻ തകർക്കാൻ പോവാണ്. അതെ. ആ, ചിരി കണ്ടോ? അവന് സന്തോഷായി ഇവിടുന്ന് ഡീറ്റെയിൽസ് എല്ലാം ഇങ്ങനെ പറഞ്ഞപ്പോഴേ അതെനിക്ക് ഓർമ്മിക്കണ്ടല്ലോ. SP വെങ്കടേഷ് സാറിന്റെ പാട്ടാണെന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയൊരു പ്രത്യേകത. ഈ പാട്ടിന്റെ അതെ. പ്രത്യേകിച്ചും അതിലൊരു ഹുക്ക് ഉണ്ടാവും. അതെ 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 നമ്മൾ അറിയാതെ ആ പാട്ടിലോട്ട് അങ്ങ് ഇമേഴ്സ്ഡ് ആവും. അതെ അതെ അത് അദ്ദേഹത്തിന്റെ ഒരു കഴിവാണ്. അത് വളരെ ലാളിത്യത്തിലാണ് അവതരിപ്പിക്കുന്നത്. അതെ അല്ലേ? അതെ. അന്ന് മുതലേ ഹുക്കിന്റെ ഉള്ള ആളാണ്. ഹുക്ക് ചെയ്യുന്ന ആളാണ്. അതാണ് ഓരോ ഹുക്ക്. എല്ലാം ഓർമ്മ വന്നു ഇതുണ്ട് അപ്പോഴത്തേക്ക്. ടൺ ടടടൻ ടടടൻ ടൺ. അതിന്റെ ടൺ ടടടടൻ ടടടടടടൻ ടടടടടടടൻ. അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗിറ്റാറില്. ഗിറ്റാറ്. അതെ. പിന്നെ സ്ട്രിങ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻട്രോ തുടങ്ങി, പിന്നെ പല്ലവിയുടെ കൗണ്ടർ പോയിന്റ് ആയി, പിന്നെ അടുത്ത BGM പോയി, പിന്നെ അടുത്ത ചരണത്തിന്റെയും കൗണ്ടർ പോയിന്റ് കഴിഞ്ഞിട്ട് ആദ്യം എടുത്തു കഴിഞ്ഞാൽ പാട്ട് തീരുന്നവരെ താഴെ വെക്കാൻ പറ്റില്ല. ആ രീതിയിൽ വായിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പണ്ട് ശ്യാം സാറിന്റെ പാട്ടുകളൊക്കെ പോലെ തന്നെ. അപ്പൊ ഭയങ്കര രസകരമാണ്. അപ്പൊ SP വെങ്കടേഷ് സാറിനെ നമുക്ക് ഓർത്തുകൊണ്ട് നമുക്ക് ഈ പാട്ടിലേക്ക് കിടക്കാം. യെസ്. ഉജ്ജ്വല. കുഞ്ഞിക്കിളിയേ കൂടിവിടെ കുഞ്ഞോമന നിൻ കൂടിവിടെ കുഞ്ഞിക്കിളിയേ കൂടിവിടെ കുഞ്ഞോമന നിൻ കൂടിവിടെ എന്റെ കൂട്ടിൽ നീ പോരാമോ എന്നോടൊത്ത് നീ പാടാമോ പാടത്തെ പൂന്നുള്ളാൻ മാറത്തെ ചൂടേൽക്കാൻ കുഞ്ഞിക്കിളിയേ കൂടിവിടെ കുഞ്ഞോമന നിൻ കൂടിവിടെ
മിടുക്കൻ. താങ്ക് യു. ഇങ്ങോട്ടൊരു പാട്ട് തന്നാൽ അങ്ങോട്ടൊരു പാട്ട് തരണ്ടേ? ആ അന്തിപ്പൊൻവെട്ടം മെല്ലെ താഴുമ്പോൾ, അന്തിപ്പൊൻവെട്ടം കടലിൽ മെല്ലെ താഴുമ്പോൾ, മാനത്തെ മുല്ലത്തറയിൽ മാണിക്യച്ചെപ്പ്, വിണ്ണിൻ മാണിക്യച്ചെപ്പ്. അപ്പൊ നമ്മുടെ തിന്തിന്താറാന നേരെ നമ്മുടെ കുഞ്ഞിക്കിളി. നമ്മുടെ കുഞ്ഞിക്കിളിയിലേക്ക്. ഓക്കെ, നന്നായിരുന്നു പാടിയത് താങ്ക് യു. കേട്ടാ. പല്ലവിയൊക്കെ നന്നായിട്ട് പാടി. അതിൽ അനുപല്ലവി കുറച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോ ആനക്കെടുപ്പതും പൊന്നുണ്ടേ അത് കുറച്ച് ശ്രുതി ചേരാനുണ്ടായിരുന്നു. പിന്നെ ആ രണ്ടാമത്തെ ലാ 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 അതൊക്കെ രസമുണ്ടായിരുന്നു കേൾക്കാൻ കേട്ടാ. അനുപല്ലവിയുടെയും ചരണത്തിന്റെയും പിന്നെ ബാക്കി ഭാഗങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇടയ്ക്കിടയ്ക്ക് ചെറിയ മൈന്യൂട്ടായിട്ട് ശ്രുതി പ്രശ്നമുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് ചരണത്തില് ആ ഭാഗം ഫസ്റ്റ് ലൈനൊക്കെ പാതി വിടർന്ന ഒരു പൂക്കളുമായി അതൊക്കെ നന്നായിരുന്നു. പിന്നെ പാടിയണഞ്ഞ കിനാവിനാന്നോ കിനാവിന അങ്ങനെ പാടിയത് കിനാവിനെ അത് പിന്നെ മാറോട് ചേർത്തു ഞാൻ എന്നുള്ളത് ഇത്തിരി ഫ്ലാറ്റായി. ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും വളരെ നന്നായിട്ട് പാടി. താങ്ക് യു. താങ്ക് യു. ഇഷ്ടപ്പെട്ടു പാടിയത്. ഓക്കെ. ഈ പലതുള്ളി പെരുവെള്ളം എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല. ഞാൻ ഞാൻ കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല. ഓക്കെ. വേറെ ആരെങ്കിലും കേട്ടോ? അപ്പൊ ഇത് ആദ്യമായിട്ട് കേട്ടു ഈ ഘട്ടത്തിൽ, പുതിയ ഘട്ടത്തിൽ അതെ. ആദ്യമായിട്ട് കേട്ടു അല്ലേ? എന്ന് പറഞ്ഞാല് ഒരു കുടം വെള്ളം എങ്ങനെയാ ഉണ്ടാവുന്നത്? പല തുള്ളി വെള്ളം ഇങ്ങനെ ചേർന്ന് 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 ചേർന്നാണ് ഒരു വലിയ കുടം വെള്ളം ഉണ്ടാവുന്നത് അല്ലേ? അതിനാണ് പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത്. അതുപോലെ സംഗീതത്തിൽ വരുമ്പോഴത്തേക്കും പല തുള്ളികളാകുന്ന നോട്ട്സിനെ ഒന്നിച്ച് ചേർത്ത് 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 പല രീതിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഒരു പാട്ടുണ്ടാവുന്നത് അല്ലേ? അപ്പൊ പക്ഷെ നമ്മള് ഓരോ തുള്ളിക്കും നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കണം. അതായത് ഓരോ നോട്ട്സിനും നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അപ്പൊ അത് ശ്രുതിയിലാണോ, ശ്രുതിയിൽ ചേർന്നിട്ടുണ്ടോ, അവിടെ കൊടുക്കേണ്ട എക്സ്പ്രഷൻ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ, ഇത് എപ്പോഴും നമ്മളിങ്ങനെ ആലോചിക്കണം നമ്മളോട്. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ അങ്കിളിന് പറയാനുള്ള ടിപ്പ് എന്ന് പറയുന്നത് ഈ പാട്ടാണെങ്കിലും ഏത് പാട്ടാണെങ്കിലും ഉജ്ജ്വലിന് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആദ്യം ഒരു സ്ലോ ടെമ്പോയിൽ പാടും. കുഞ്ഞിക്കിളിയേ കൂടെവിടെ കുഞ്ഞോ മനനിൻ പാടിയേ 1 2 3 4. കുഞ്ഞിക്കിളിയേ കൂടെവിടെ. ഇതിൽ ഓരോ നോട്ടും നമ്മൾ ശ്രദ്ധിക്കുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ് പറയണത്. നന്നായിട്ട് ശ്രദ്ധിക്കണം ഓരോ നോട്ടും. മനസ്സിലായോ? അങ്ങനെ ഒന്ന് ഉള്ളിലേക്ക് ആ നോട്ട്സിനെ തുള്ളികളായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് പാടിക്കേ, കേക്കട്ടെ. കുഞ്ഞിക്കിളിയേ കൂടെവിടെ കുഞ്ഞോ മനനിൻ കൂടെവിടെ. ഇതിപ്പോ മോൻ പാടിയേ. ഇപ്പൊ ഇത്രയും നമ്മൾ പെർഫെക്റ്റ് 2-3 പ്രാവശ്യം പാടി പെർഫെക്റ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ പതുക്കെ സ്പീഡ് കൂട്ടാം. 1 2 3 4. കുഞ്ഞിക്കിളിയേ 2 3 4. കുഞ്ഞിക്കിളിയേ കൂടെവിടെ കുഞ്ഞോ മനനിൻ കൂടെവിടെ. ഇനി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യോ? നീ ഏത് പാട്ടാണ് സെലക്ട് ചെയ്യുന്നെങ്കിലും ആദ്യം ഇങ്ങനെ കുറച്ച് സ്ലോ ടെമ്പോയിൽ പാടി പ്രാക്ടീസ് ചെയ്തതിനു ശേഷം അത് കറക്റ്റായിട്ട് നമ്മുടെ മനസ്സിൽ കയറിയതിനു ശേഷം മാത്രം ഒറിജിനൽ ടെമ്പോയിൽ പാടി അടുത്ത പ്രാക്ടീസ് തുടങ്ങാം. അത് സെക്കൻഡ് ലെവൽ. തേർഡ് ലെവലാണ് ഈ ഘട്ടത്തിൽ ഇവിടെ വന്ന് പാടുന്നത്. പറഞ്ഞു മനസ്സിലായോ? അത് ചെയ്യാൻ പറ്റും. പല സ്ഥലങ്ങളിലും ഒരു ശ്രുതി കുറച്ച് ചേരാത്ത പോലെ തോന്നിയിട്ടുണ്ട് അങ്കിളിന്. അപ്പൊ ഉജ്ജ്വലിന് ഇതൊക്കെ ശ്രദ്ധിക്കോ? ശ്രദ്ധിക്കാം. കുട്ടൂസ് എന്തോ എനിക്കും കാര്യമായിട്ടൊന്നും പറയല്ല, പക്ഷെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം പറയാം, വിച്ച് ഇസ് എ ഗുഡ് പ്രോഗ്രസ്. എനിക്ക് മുന്നേ ഭയങ്കരമായിട്ട് സ്ക്രാച്ചസ് വരാറുണ്ടായിരുന്നു റിജൽക്കുട്ടൻ്റെ വോയിസിൽ. ഇപ്പം സ്ക്രാച്ചസ് നല്ലോണം കുറഞ്ഞിട്ട്
കുറച്ചുകൂടെ ആ ഒരു വോക്കൽസിന്റെ ക്വാളിറ്റി നല്ലോണം കൂടിയ പോലെ തോന്നുന്നുണ്ട്. ക്ലാരിറ്റി. ഓക്കെ, ആ അല്ലേ? ക്ലാരിറ്റി ക്വാളിറ്റി കൂടിയതുപോലെ തോന്നുന്നുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു നല്ലോണം പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ആണ് കേട്ടോ. സോ കീപ് ഇറ്റ് അപ്പ്, അതെന്തായാലും അടിപൊളി. പിന്നെ വേറൊരു കാര്യം, കുറച്ചും കൂടെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള സംഗതികൾ വരുമ്പോൾ കുട്ടൂസ് അവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ, ഇവിടെ ഇതുണ്ട്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എനിക്കിങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അത് അടിപൊളി. താങ്ക് യു. സംശയമുണ്ടോ അടിപൊളിയാന്ന്? ഇവൻ കുറച്ച് കറക്ഷൻ ഒക്കെ പറഞ്ഞില്ലേ, അതുകൊണ്ട് ആ. എനിക്ക് സംശയം. ആ, ഒരു ചെറിയ correction ഉണ്ട്. സംശയമുണ്ട്. ശരി, കറക്ഷൻ ഇത്രയല്ലേ പറഞ്ഞു, ചെറിയ പിച്ചിന്റെ സാധനങ്ങള്. പിന്നെ ഞാൻ സ്വപ്നങ്ങളിൽ എന്നുള്ളത് സ്വപ്നങ്ങളിൽ സ എന്നുള്ള പോലെ കേൾക്കുന്നത്. പ്രത്യേകിച്ച് റുജുക്കുട്ടൻ ഹൈയിൽ പാടുമ്പോൾ കഴുത്തിങ്ങനെ പോണില്ലേ, അപ്പം സ്വ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ ജോ ഇല്ലേ അധികം മൂവ് ചെയ്യാത്തതുകൊണ്ട് സ്വപ്നങ്ങളിൽ നിന്നായി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ കുഞ്ഞു 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 സാധനങ്ങൾ അതൊക്കെ നമുക്ക് പതിയെ പതിയെ ശരിയാക്കാം. പിന്നെ ഈ പാട്ട് മധ്യമാവധി അല്ലേ സാർ രാഗം വരുന്നത്? എൻ്റെ ഒരുപാട് കർണാട്ടിക് ക്ലാസ്സസ് രാജേഷ് സാറും ജയശ്രീ മാമും പഠിപ്പിച്ച ഇങ്ങനെ ഓർമ്മ വരും ആ സമയത്തെ കുറേ കാര്യങ്ങൾ ഈ രാഗം കേൾക്കുമ്പോൾ. അപ്പൊ അതാണ് സ്പെഷ്യൽ അബൌട്ട് ദിസ് സോങ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ചൂസിങ് ദിസ് സോങ് റിജു കുട്ട. മിടുക്കനാണേ. താങ്ക് യു. യെസ്. Rijwal the Ujwal going to be awarded 96.5 on 100 today. താങ്ക് യു. അപ്പൊ റിജ്വൽ കുട്ട, നമ്മൾ അടുത്ത സ്റ്റെപ്പായി അല്ലേ മത്സരം? ഇപ്പൊ എങ്ങനെ തോന്നുന്നുണ്ട്? കുറച്ചുകൂടെ ടൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? എല്ലാരും ഭയങ്കര അടിപൊളിയായിട്ടാ പാടുന്നേ, റിജ്വൽ കുട്ടനും അടിപൊളിയായിട്ടാ പാടുന്നേ. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് കൂടുതൽ പാട്ടിൽ വർക്ക് ചെയ്യണം അല്ലേ? യെസ്. പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ കുറച്ച് കൂട്ടണം. കാരണം ഇങ്ങനെ വീണ്ടും വീണ്ടും ഇനിയും ടൈറ്റ് ആവാൻ പോവാ. ഓക്കെ, എന്നാ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. പോയി പാട്ട് പഠിക്കണം കേട്ടോ. ബൈ. ബൈ ബൈ, ഗുഡ് നൈറ്റ്. മിനുടി എന്തോ? അതാ പിടിച്ചോണ്ടിരിക്കുന്നില്ലേ? അതെ, കൊന്നപ്പൂ. എന്താണ് കൊന്നപ്പൂ? കൊന്നപ്പൂ നമ്മുടെ ഔദ്യോഗിക പുഷ്പം, അതാണ് ആണോ? കൊന്നപ്പൂ. അതെ, വേറെന്താ അറിവാണുള്ളത്? വേറെ വിഷുവിന് കണി കാണാൻ വേണ്ടി നമ്മൾ കൊന്നപ്പൂ വെക്കും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ വിഷുവിന് ഈ കൊന്നപ്പൂ കണി വെക്കുന്നത്? അത് പണ്ട് മുതൽ ഈ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ച് വരുന്നത് കൊണ്ടായിരിക്കും. മിനുടാ, അതിന് പിന്നിൽ ഒരു കാര്യമുണ്ട്. മഞ്ഞ നിറമല്ലേ, അതെ. അത് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നിറമാണ്. ഓ. അടുത്ത ഒരു വർഷത്തേക്ക് എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മുടെ വിഷുവിന് കൊന്നപ്പൂ. കൊന്നപ്പൂ കണി കാണാൻ വെക്കുന്നത്. ഓ. ഓക്കെ. അതിന്റെ ഒരു ഐതിഹ്യം എന്നുള്ളത് ഇങ്ങനെയാണ്. ഒരിക്കൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു ബാലന്, അത് കൃഷ്ണന്റെ അരഞ്ഞാണത്തിലെ കുറച്ച് പൊന്മണികൾ, സ്വർണ്ണമണികൾ സമ്മാനമായിട്ട് നൽകി. അതിങ്ങനെ ഒരു മരത്തിന്റെ മുകളിലേക്ക് ബാലൻ എറിഞ്ഞു. അത് വേണമെങ്കിൽ മരക്കൊമ്പിൽ ഉപേക്ഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതെല്ലാം മരത്തിൽ കിടന്ന് പൂക്കളായി മാറി. അതാണ് കൊന്നപ്പൂ. ഓ. അപ്പൊ ഭഗവാൻ കൃഷ്ണന്റെ ഒരു സ്വർണ്ണാഭരണമായിട്ടാണ് നമ്മുടെ ഈ കണിക്കൊന്നയെ സങ്കല്പിക്കുന്നത്, സൂചിപ്പിക്കുന്നത്. സൂചിപ്പിക്കുന്നത്. ഓ. യെസ്. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കൊന്നപ്പൂ ആയതുകൊണ്ടില്ലേ, കേരളവുമായിട്ടും നമ്മുടെ കേരളത്തിന്റെ ഐശ്വര്യവുമായിട്ടും വികസനവുമായിട്ട് കണക്ട് ചെയ്യുന്ന വേറൊരു കാര്യം ഞാൻ പറയട്ടെ. നെക്സ്റ്റ് അറിവ് പോരട്ടെ. നമ്മുടെ കേരളത്തിൽ IT മേഖല വച്ചടി കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ? ആ, എനിക്കറിയാം. ഞാന് കഴിഞ്ഞ പ്രാവശ്യം ഇൻഫോ പാർക്കിൽ എന്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിട്ട് പോയി. അവിടെ പോയപ്പം വേറൊരു യൂറോപ്യൻ കൺട്രിയിൽ പോയ പോലെ ഉണ്ടായിരുന്നു. വേറെ സീൻ, വേറെ ലെവൽ. കറക്റ്റ്. ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, സൈബർ പാർക്ക് എന്നിവിടങ്ങളിൽ 1.5 ലക്ഷത്തോളം പേരാണ് നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മുടെ IT കയറ്റുമതി 1 ലക്ഷം കോടി രൂപയിലേക്കാണ് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത്. 2016 IT കയറ്റുമതി 34,123 കോടി രൂപയായിരുന്നു. എന്നാൽ ഇപ്പോ 90,000 കോടി രൂപയായിട്ട് അത് വർദ്ധിച്ചു. നമ്മുടെ യങ് ജനറേഷന് നമ്മുടെ നാട്ടിൽ തന്നെ നിർത്തിക്കൊണ്ട് ജോലി നൽകണം എന്നാണ് നമ്മുടെ സർക്കാർ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി വലിയ കെട്ടിടങ്ങളും ജോലി സൗകര്യങ്ങളും ഇന്റർനെറ്റ് ഫെസിലിറ്റീസും മികച്ച റോഡുകളും ഒക്കെ സർക്കാർ റെഡിയാക്കുന്നുണ്ട്. മാറുന്ന കാലത്തിനൊപ്പം ടെക്നിക്കലി അപ്ഡേറ്റഡ് ആയിക്കൊണ്ടാണ് നമ്മുടെ സർക്കാർ ഇരിക്കുന്നത്. അതെ മീനോട്ട്. അപ്പം എല്ലാ യങ്സ്റ്റേഴ്സിനും നല്ല ജോലി കിട്ടി എല്ലാവരും പെട്ടെന്ന് തന്നെ സെറ്റിൽ ആവട്ടെ അല്ലേ? യെസ്.